കത്തോലിക്ക സഭയിലെ സന്യാസ സഭകളുടെ ചരിത്രത്തിൽ ക്രിസ്തുവിന് മുമ്പേ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്ന സാധ്യതയുള്ള ഒരേ ഒരു സഭ സന്യാസ സഭ കർമ്മലീത്ത സഭയായിരിക്കണം. കർമ്മലീത്ത സഭയുടെ ഒരു പ്രധാനപ്പെട്ട തിരുനാളാണ് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ. അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ ദിവസങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ അടുത്താണ് നമ്മളെല്ലാവരും. കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. 1251 സഭ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈസിസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രമാത്രം സങ്കീർണമായിട്ടൊരു ക്രൈസിസിലൂടെ സഭ കടന്നുകൊണ്ടു സന്യാസ സമൂഹം അല്ലെങ്കിൽ ആ സന്യാസ സഭ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സഭയുടെ സംരക്ഷണത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അടയാളമായിട്ട് ഉത്തരീയം നൽകി വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് ഒരു വാഗ്ദാനവും കൂടി കൊടുത്തു. ഈ വസ്ത്രം ധരിച്ച് മരിക്കുന്നവർ നിത്യനാശത്തിൽ നിപതിക്കുകയില്ല എന്ന്. ആ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഓർമ്മയും ആ ഒരു പ്രത്യക്ഷീകരണത്തിലൂടെ സഭ ഒരു പുതിയ ഒരു ദിശയിലേക്ക് വളർന്നതുമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ജൂലൈ 16 നമ്മൾ ആഘോഷിക്കുന്നത്. കാർമൽ എന്ന വാക്കിന് ദൈവത്തിൻ്റെ പൂന്തോട്ടം എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വിശുദ്ധ സൈമൺ സ്റ്റോക്ക് മറിയത്തിനെ കാർമലിലെ സുന്ദര പുഷ്പമെന്ന് വിളിക്കുന്നത്, ഫ്ലോസ് കാർമലി. പൂവിനെ പറ്റി വിശുദ്ധ കൊച്ചുത്രേസ്യ പകർന്നു തരുന്ന സുന്ദരമായ ഒരു ദൈവശാസ്ത്രമുണ്ട്. കൊച്ചുത്രേസ്യ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഈ പൂന്തോട്ടത്തിലെ ചെറിയ പൂവായിട്ടാണ്. എന്നിട്ട് കൊച്ചുത്രേസ്യ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ പൂന്തോട്ടത്തിൽ കുറേ വലിയ വലിയ പൂക്കളുണ്ടെന്ന്. അപ്പോൾ കർമ്മൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള പൂവാണ് പരിശുദ്ധ മറിയം. പൂവായി മാറുക അല്ലെങ്കിൽ പൂവായി തീരുക, പൂവിനെ പോലെ ആകുക എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിൽ കുറേ സുന്ദരമായിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അതിന് പിന്നിൽ കുറേ ആത്മീയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പൂവ് പഠിപ്പിച്ചിരുന്നു. അത് എടുത്തു നോക്കുമ്പോൾ പൂവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് എടുത്തു നോക്കും. പൂവ് ഭംഗിയുള്ളതാണ്. പൂവ് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഒരാളുടെ സന്തോഷത്തിന് നമ്മൾ സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് പൂവ്. അതുപോലെ തന്നെ ഒരാളുടെ സങ്കടത്തിലും നമ്മൾ പൂവ് കൊടുക്കാറുണ്ട്. അപ്പോൾ പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൂവ് ആശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമാണ്. പൂവിൻ്റെ പ്രസൻസ് നമുക്ക് സന്തോഷവും ആശ്വാസമൊക്കെ തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പൂവാകുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ദൈവത്തിൻ്റെ സന്തോഷവും ദൈവത്തിൻ്റെ ആശ്വാസമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ചിന്തയിലേക്കാണ് എന്നെ ഈ ഒരു പൂവിൻ്റെ ദൈവശാസ്ത്രവും പരിശുദ്ധ അമ്മയാകുന്ന പൂവൊക്കെ നയിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ആശ്വാസവും മനുഷ്യരിലേക്ക് നിരന്തരമായി ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ വിശുദ്ധർ. പരിശുദ്ധ അമ്മ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതവും ഒരു പൂവിൻ്റെ പോലെയായിരുന്നു. കാരണം ഈശോയുടെ സ്നേഹവും ഈശോയുടെ ആശ്വാസവും ഒക്കെ മറ്റുള്ളവരിലേക്ക് നിരന്തരമായി പകരപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മ എപ്പോഴും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഈശോ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ എലിസബത്തിനെ കാണുന്നു, കാനായിലെ വിവാഹ വിരുന്ന്, പെന്തക്കോസ്ത തിരുനാൾ, ഇങ്ങനെ സുവിശേഷം പകർന്നു നൽകുന്ന കുറേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും തലങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് വായിച്ചെടുക്കാം, ഇങ്ങനെയൊക്കെ നമുക്ക് ധ്യാനിച്ചെടുക്കാം. എനിക്ക് തോന്നുന്നു കർമ്മല മാതാവിൻ്റെ തിരുനാൾ നമ്മൾ നയിക്കേണ്ടത് ഇങ്ങനെയുള്ള നല്ലൊരു ചിന്തയിലേക്കാണ് എന്നാണ്. ഇതിൻ്റെ ചരിത്രവും ഈ ചരിത്രത്തിൻ്റെ സത്യവും വസ്തുതയും ഒക്കെ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു തിരുനാൾ നമുക്ക് നൽകുന്ന സുന്ദരമായിട്ടുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു സുന്ദരമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിലെ പൂവാകുക എന്നുള്ളത് തന്നെയാണ്. ബിക്കമിങ് എ ഫ്ലവർ ഇൻ ദ ഗാർഡൻ ഓഫ് ഗോഡ്, കാർമൽ, ഫ്ലോസ് കാർമലി. അപ്പോൾ നമ്മളൊക്കെ നന്മപ്പൂക്കളായി തീരാനുള്ള ഒരു വിളിയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മല മാതാവിൻ്റെ തിരുനാൾ. ആ അമ്മയെ പോലെ ഒരു നന്മപ്പൂവാകുക, നല്ല പൂവാകുക. അതിനപ്പുറം ഈ ഒരു
തിരുനാളിന് പറ്റിയൊരു ചിന്തയുണ്ടോ, ധ്യാനമുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. നല്ല പൂവാകുക, നന്മ പൂവാകുക.